ഐസ്ക്രീം വേണം. എന്നാ പിന്നെ നമുക്ക് പറയണ്ടേ? ഐസ്ക്രീം, ഒരു പാക്കറ്റ് സിഗരറ്റ്, തീപ്പെട്ടി വേണം. തീപ്പെട്ടി കാശ്മീരിലെ ബാക്കിതാ. ഐസ്ക്രീം എന്തിനാ എല്ലാവരും കൂടിയാണ് തല്ലിയത്? അമ്മ എന്തിനാണ് തല്ലിയത്? എല്ലാരും നടന്നു കണ്ടു, ഞാൻ എന്തല്ല. ശരി പറ്റോ? അയ്യോ അയ്യോ ജയലക്ഷ്മി, എന്നോടിത് വേണമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു പോന്നതാണ്. ഇനി തിരിച്ചങ്ങോട്ട് ചെല്ലാനൊക്കുമെന്ന് രാജേട്ടൻ കരുതുന്നുണ്ടോ? അപ്പൊ പിന്നെ ഇനി രാജേട്ടന്റെ കൂടെ ഒന്നിച്ചു നിന്ന് വരുന്നതൊക്കെ നേരിടും. നമ്മൾ ആഗ്രഹിച്ചിരുന്നത് പോലെ ഒരുമിച്ചുള്ള ഒരു ജീവിതം ഇനി സാധിക്കുമെന്ന് ജയലക്ഷ്മി കരുതുന്നുണ്ടോ? ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുമിച്ച് മരിക്കാനെങ്കിലും കഴിയുമല്ലോ. അതിനെങ്കിലും എന്നെ അനുവദിച്ചൂടെ? ഇത്രയും കാലം രാജേട്ടന് വേണ്ടി കാത്തിരുന്നവളല്ലേ ഞാൻ. ഭാഗ്യദോഷിയായ ഒരു പെൺകുട്ടി. ഞാനോ? ജയലക്ഷ്മിയുടെ അച്ഛനോട് ജയലക്ഷ്മിക്ക് ഇപ്പൊ വെറുപ്പ് തോന്നുന്നുണ്ടാവും. എനിക്ക് വേണ്ടി കണക്കില്ലാതെ സ്വത്ത് സമ്പാദിച്ചു തന്നിട്ട് സ്വർഗത്തിൽ നിന്ന് അതെല്ലാം നോക്കിക്കാണുന്ന എന്റെ അച്ഛനോട്? അല്ല, നമ്മൾ പരസ്പരം കാണാനും പരിചയപ്പെടാനും ഇടയാക്കിയ അച്ഛനോട്. സ്നേഹസമ്പന്നനായ എന്റെ അച്ഛനോട് നന്ദിയും ബഹുമാനവും മാത്രമേ എനിക്കുള്ളൂ. എനിക്കെന്നല്ല, ആർക്കും അതേ തോന്നൂ. ശരിയാണ്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന വലിയ മനുഷ്യന്റെ വലിയ ഹൃദയത്തിൽ ദൈവം ഒരു രോഗം തിരികെ വെച്ച് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നു. നമ്മൾ തമ്മിൽ പരിചയപ്പെടാൻ വേണ്ടിയായിരുന്നു. അന്നങ്ങ് ഞങ്ങളുടെ നാട്ടിലെ ഹോസ്പിറ്റലിലെ ഡോക്ടറായിരുന്നു. രോഗിയായ എന്റെ അച്ഛനെ ചികിത്സിക്കാൻ വേണ്ടി അങ്ങ് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുമായിരുന്നു. അന്ന് ജയലക്ഷ്മി എന്നും എനിക്ക് കാപ്പി കൊണ്ട് തരുമായിരുന്നു. ഒരൊറ്റ ആഗ്രഹം മാത്രം ബാക്കിയിട്ടിട്ടാണ് എന്റെ അച്ഛൻ മരിച്ചത്. നമ്മുടെ വിവാഹം. അന്ന് ജയലക്ഷ്മി വിവാഹപ്രായത്തിൽ എത്തിയതുമില്ല. പിന്നീട് ആ പ്രായം കടന്നിട്ടും അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന എന്നോട് അങ്ങ് ഇന്നോളം ദയവ് കാണിച്ചു. ജയലക്ഷ്മി അങ്ങനെ പറയരുത്. എന്റെ സഹോദരിയുടെ വിവാഹം കഴിയുന്നവരെ ജയലക്ഷ്മി കാത്തു നിൽക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എന്റെ ഏക സഹോദരിയായ ശ്രീദേവിയെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങളുടെ അച്ഛനും അമ്മയും മരിച്ചത്. അവൾക്ക് ഞാനല്ലാതെ മറ്റാരുമില്ല. എന്റെ പ്രാണനാണവൾ. എന്നും രാവിലെ കുടിച്ചൊരുങ്ങി ഒരു കപ്പ് കാപ്പിയുമായി അവൾ എന്റെ മുറിയിലേക്ക് വരുമായിരുന്നു. ചേട്ടാ, ചേട്ടാ, കോഫി. നേരം വെളുത്തോ? ഇല്ല, സന്ധ്യയായി. പാതിരാത്രി വരെ ഹോസ്പിറ്റലിൽ, 10 മണി വരെ ബെഡ്റൂമിൽ. ഈ വിശപ്പും ദാഹമൊക്കെ എനിക്കുണ്ട്. ശ്രീദേവി ഇതുവരൊന്നും കഴിച്ചില്ലേ? ചേട്ടൻ ഇവിടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങുമ്പോഴോ? അങ്ങനെ ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഇതാ, ഇത് പേസ്റ്റ്, ഇത് ബ്രഷും ടങ് ക്ലീനറും, ഇത് ടവൽ. ഇത് ഓരോന്നും എന്തിനൊക്കെ ഉള്ളതാണെന്ന് അറിയാമല്ലോ. വേഗം കുളിച്ച് റെഡിയായി വന്നുള്ളൂ. ഞാൻ കാഫി എടുത്ത് വെക്കാം. ശരി. അവളെ അനുയോജ്യനായ ഒരുവനെ ഏൽപ്പിച്ചിട്ട് നമ്മുടെ വിവാഹം നടത്താൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്നിട്ട് അവസാനം ഒരു കൊലപ്പുള്ളിയായി. ഇല്ല രാജേട്ടാ, ഞാനിത് വിശ്വസിക്കില്ല. എന്റെ രാജേട്ടന് ഒരിക്കലും ഒരാളെ കൊല്ലാനാവില്ല. പക്ഷേ കൊന്നു എന്നുള്ളതാണ് സത്യം. എങ്കിൽ എന്തിനു കൊന്നു? അതെങ്കിലും എന്നോട് പറയൂ. പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചു പോയി ജയലക്ഷ്മി. ദയവ് ചെയ്ത് കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്.
ആരാ? എന്താ കരയുന്നത്? നമുക്ക് മരിച്ചാ മതി, നമുക്ക് മരിച്ചാ മതി. വാ നമുക്ക് പോവാം. പോകാനോ? ഒരു സ്ത്രീരത്നം മരിക്കാൻ മുമ്പ് പോകാനോ? അല്ല പിന്നെ നമുക്ക് കൂട്ടത്തിൽ മരിക്കാനോ പോവും? ജനിക്കാൻ അവകാശം ഉണ്ടെങ്കിൽ മരിക്കാനും അവകാശമുണ്ട്, മൗലിക അവകാശം. താൻ പോ. താനൊന്നില്ലടോ. കരയോ? കാര്യം പറയണം, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. പറയണം. ഒരു വണ്ടി പോയാ വേറെ 100 വണ്ടി വരും. ഏത് വണ്ടി? അയ്യോടാ അയ്യോടാ, ഇതൊരാപത്തായല്ലോ. നിങ്ങൾ ആരാ? നമ്മള് പാത്തുമ്മ. പാത്തുമ്മ പാത്തും പതുങ്ങി ഇപ്പൊ എവിടുന്ന് വരുന്നേ? നമ്മള് കെട്ടിയോന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നതാ. കാര്യം? നാളെ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചത്തെ തൊയ് ഞമ്മക്കാ. അതേന്ന്, നമ്മുടെ കെട്ടിയോൻ 7 കെട്ടിയോന്മാരുണ്ട്. ഓരോ ദിവസം ഓരോരുത്തരെ തൊഴിക്കും. വെള്ളിയാഴ്ചത്തെ തൊയ് ഞമ്മക്കുള്ളതാ. എടാ എരപ്പാളി, ആഴ്ചക്ക് 10 ദിവസം ഉണ്ടായിരുന്നെങ്കിൽ 10 എണ്ണത്തിനെ തൊഴിക്കാമായിരുന്നില്ലടാ. തൊയ് കൊണ്ടുകൊണ്ട് നമ്മൾ ക്ഷീണിച്ചു. ഒടുക്കം നമ്മുടെ പൊന്നും തുണി എല്ലാം എടുത്തോണ്ട് നമ്മൾ ഓടി പോന്നതാ. ഇനി ഞമ്മക്ക് ആ ചെറുത്താനെ വേണ്ട. അത് ശരി, ഇതും ശരി. കേട്ടോ പാത്തമ്മ, ഇന്നിനി വണ്ടി നാളെ രാവിലെ വണ്ടിയുണ്ട്. അതുവരെ ഇത്രയും സ്വർണ്ണമൊക്കെ ഇട്ടുണ്ട്. നീ ഇവിടെ നിൽക്കണ്ട. ഇൻസ്പെക്ടർ ഏമാൻ കുടുംബസമേതം ഗുരുവായൂർക്ക് പോയിരിക്കുക. വീടിന്റെ താക്കോൽ എന്റെ കൈവശമുണ്ട്. പാത്തുമ്മ ഇന്ന് രാത്രി അവിടെ പാർത്തോട്ടെ. അമ്മ നമ്മുടെ പെട്ടി എടുക്കണോ? ഞമ്മളെ പിടിച്ചോളാം, ഞമ്മളെ പിടിച്ചോളാം. ധൈര്യമായിട്ട് പോയി. ഞങ്ങളുടെ പുറകെ വന്നോ? വരും വരും, ധൈര്യമായിട്ട് വന്നോളി. എന്താ പാത്തുമ്മ, സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? ആ പെട്ടി എവിടെയെങ്കിലും വെട്ടി പാത്തുമ്മ. ഞമ്മക്ക് പേടി വരുന്നു. പേടിയോ? കാര്യം? നിങ്ങൾ 2 ആള്, ഞമ്മൾ 1 ആള്. അയ്യോ, ഇവിടെ അങ്ങനെ ബലപരീക്ഷണത്തിലുള്ള പരിപാടിയൊന്നുമില്ല. നേരെ വാ നേരെ പോ, അത്രേ ഉള്ളൂ. പാത്തുമ്മ വല്ലതും കഴിച്ചാ? ഞമ്മൾ പത്തിരി ഇറച്ചിയും കഴിച്ചു. അതെന്തായാലും നന്നായി. ഇനി കിടന്നങ്ങ് ഉറങ്ങാമല്ലോ. ഇതിനകത്ത് എങ്ങനെ കിടന്ന് ഉറങ്ങും? എന്തൊരു ചൂടാണപ്പാ. എന്നാൽ അതുവരെ നമുക്ക് പുറത്തിരുന്ന് ആ പട്ടിയോട് പെട്ടിയോടെ വെച്ച്. അപ്പോഴേ പാത്തുമ്മ, ഒരു ചോദ്യം. പാത്തുമ്മ ഏതായാലും വീട് വിട്ടിറങ്ങി എന്റെ കൂടെ താമസിക്കും അതോ എന്റെ കൂടെ താമസിക്കുന്നു? തുടങ്ങിയാണ് കുഞ്ഞായ്മ. ധൈര്യമായിട്ട് പറ പാത്തുമ്മ. പാത്തുമ്മ ഏതായാലും നമ്മൾ നോക്കിക്കോളാം. ഞാൻ ഒട്ടും മോശമല്ല നോക്കുന്ന കാര്യത്തിൽ. ഞാൻ കെട്ടിക്കോളാം. പാത്തുമ്മയ്ക്ക് എന്നെ ഇഷ്ടമാണോ? നിങ്ങൾ 2 പേരും കൂടി കെട്ടാമെന്ന് നമ്മള് കുഴഞ്ഞു പോവല്ലോ. കുറുപ്പേ, മര്യാദയ്ക്ക് ഒഴിഞ്ഞതാ. അല്ലെങ്കിൽ തന്റെ പഴയ കഥകളൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും. നമ്മുടെ 2 പേരുടെയും പഴയ കഥകൾ നാട്ടുകാർക്കൊക്കെ അറിയാം. അത് ഇനിയും പറഞ്ഞ് നാറ്റിക്കാതിരുന്നാൽ തനിക്കും എനിക്കും നല്ലത്. പാത്തുമ്മ, ഞാൻ പറയുന്നത് കേൾക്കൂ. പറയേ. ഇപ്പൊ പാത്തുമ്മയ്ക്ക് എന്ത് തോന്നുന്നു? എന്നോടോ കുറുപ്പിനോടോ? 2 പേരോടും കുറേശ്ശെ തോന്നുന്നു. കുഴഞ്ഞോ? കുറേശ്ശെ ഉള്ളോ? ശരി, നമുക്ക് നാളെ വിട്ടുകളയാം. മുദ്ര വേണോ തല വേണോ? തല. തല വന്നാ പാത്തുമ്മ കുറുപ്പിന്റെ കൂടെ പുറത്തു പോകണം. മുദ്ര വന്നാ എന്റെ കൂടെ പോരണം. സമ്മതമാണോ? സമ്മതമാ. ശരി. വരട്ടെ, ഇടാൻ വരട്ടെ. എന്താ? ഇന്ന് വേണ്ട, നാളെ ഇട്ടാ മതി. നാളെ ഞമ്മക്ക് നല്ല ദിവസമാ, വെള്ളിയാഴ്ച. ഓ, തൊഴി വെള്ളിയാഴ്ച അല്ലേ? അതല്ലെന്ന്, നിങ്ങളൊന്ന് ക്ഷമിയപ്പാ. ശരി, ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. പാത്തുമ്മ, ആ മുറി പോയി കിടന്ന് തുടങ്ങിക്കോ. ഞങ്ങൾ ഇവിടെ കിടന്നോളാം. നേരം വെളുത്ത ഹൊട്ടനെ നാളെ വിടും. സമ്മതിക്കണേ? സമ്മതമാ. അപ്പോ ഞമ്മള് പോയെന്ന് ഉറങ്ങട്ടെ. ഓ,
ആ വേണം വേണം വാ 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 പാത്തുമ്മ പാത്തുമ്മ അവൾ എവിടെ പോയി? പണിക്കരെ ഈ അലമാരിയിൽ നിന്ന് സ്റ്റീൽ പാത്രം ഒന്നും കാണുന്നില്ലല്ലോ. കാണുന്നില്ലേ? എന്നാ അവൾ അഴിച്ചോണ്ട് പോയാ? അതിനാ അവൾ ആ പെട്ടിയായിട്ട് വന്നത്. എന്റെ ഭഗവാനെ, ഇൻസ്പെക്ടർ വേമാൻ വരുമ്പോ ഞാൻ എന്തോ സമാധാനം പറയും. എന്റെ തൊപ്പി തെറിച്ചു പണിക്കരെ. അനങ്ങിപ്പോരും. നിങ്ങൾ ആരാണ്? എവിടെ നിന്നും വരുന്നു? ഞങ്ങൾ വഴിതെറ്റി വന്നതാണ്. വഴിതെറ്റി വന്നു. അതെ അതെ ആന. ആനയോ? അതെ, ആന. ഞങ്ങൾ കാർ ഓടിച്ചു വരികയായിരുന്നു. കാടിനടുത്തെത്തിയപ്പോ ഒരു ഒറ്റയാൻ റോഡ് നടുവ് നിൽക്കുകയായിരുന്നു. ഞങ്ങൾ കാറിൽ നിന്നിറങ്ങി കാട്ടിലേക്ക് ഓടി. അവൻ കാറ് കുത്തിപ്പൊക്കി കൊക്കയിലേക്ക് എറിഞ്ഞു. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെട്ടു. പ്രാണൻ മാത്രം ബാക്കിയുണ്ട്. നിങ്ങൾക്ക് എവിടെ പോണം? ഞങ്ങൾക്ക് ഇവിടെ അടുത്തുള്ള പട്ടണത്തിൽ പോയാൽ മതി. ഏതാ വഴി? വരൂ പോകാം. വേണ്ട, വഴി പറഞ്ഞു തന്നാൽ മതി, ഞങ്ങൾ പൊയ്ക്കൊള്ളാം. ഏതായാലും നിങ്ങൾ നടന്നലഞ്ഞു വരുന്നതല്ലേ. ഞങ്ങളുടെ ക്യാമ്പിലേക്ക് പോകാം. അവിടെ നിന്ന് വല്ലതും കഴിച്ചിട്ട് പട്ടണത്തിലേക്ക് പോകാം. അയ്യോ, അതൊന്നും വേണമെന്നില്ല. വെറുതെ എന്തിനു ബുദ്ധിമുട്ടുന്നു? ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാവർക്കും ഇങ്ങനെ അപകടം സംഭവിക്കാവുന്നതാണ്. വന്നാട്ട് പോവാം. വരൂ പോവാം.